തൃശൂരിൽ കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്ത് പോകുമ്പോൾ അവിടെ BJPക്ക് ഒരു താമര ലോക്സഭയിലേക്ക് വിനിയോഗിക്കാൻ കഴിയുന്നു. അത് കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ നിന്നാണ്, അത് കെ മുരളീധരന്റെ സംഭാവനയാണ് എന്നുള്ളതാണ് ഇടതിന്റെ പരിഹാസം, BJPയുടെ പരിഹാസം. ചോർന്നു പോയത് 1 ലക്ഷം വോട്ടെന്നാണ് ആരോപണം. കണക്ക് അല്ല, അത് മനസ്സിലാക്കേണ്ടത് അത്തരത്തിലല്ല നമ്മളതിനെ കാണേണ്ടത്. ശ്രീ കെ മുരളീധരൻ അവിടെ മത്സരിക്കാനിടയായ സാഹചര്യം എന്താണ്? കെ മുരളീധരൻ്റെ സഹോദരി കെ കരുണാകരൻ്റെ പുത്രി പത്മജ വേണുഗോപാൽ തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും നിർണായകമായൊരു സമയത്ത് കോൺഗ്രസ് പാർട്ടി വിട്ട് BJPയിലേക്ക് പോവുകയുണ്ടായി. അതിനെ കേരളത്തിലാകുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിലെ CPMൻ്റെ ഒരു പ്രചരണം, പ്രധാനപ്പെട്ടൊരു പ്രചരണം കോൺഗ്രസ് നേതാക്കന്മാർ BJPയിലേക്ക് പോകുന്നുള്ളത് അതിൽ പ്രചരണമായിരുന്നു. കോൺഗ്രസ് BJP സഖ്യം എന്ന രീതിയിൽ കോൺഗ്രസ് RSS എന്ന് പറഞ്ഞ അവരൊരു മുദ്രാവാക്യം പോലെ തന്നെ ഉണ്ടാക്കി. ഇപ്പോൾ രാജ്യത്ത് ഇപ്പോൾ മുഖ്യമന്ത്രി പി വി അൻവർ രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം പത്രസമ്മേളനം നടത്തിയ ശ്രീ പിണറായി വിജയൻ ആ പ്രസ്താവനയെ എൻഡോഴ്സ് ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധിയെ നേരത്തെ ഈ പപ്പു എന്ന് പറയുന്ന ഈ BJPക്കാരുണ്ടാക്കിയ ആ ഒരു വെളിപ്പേരുണ്ട്. പണ്ട് ഇന്ദിരാഗാന്ധിയെ ഗൂങ്കി ഗുഡിയെ എന്ന് വിളിച്ചതുപോലെ രാഹുൽ ഗാന്ധി ആക്ഷേപിക്കാൻ വേണ്ടി ഇവരുണ്ടാക്കിയ പേരാണ്. ഞാനൊന്ന് പറയട്ടെ, ഞാൻ പൂർത്തീകരിക്കട്ടെ. ഇതൊക്കെ ഗോപാലകൃഷ്ണൻ പറയുന്ന കൂട്ടിയാണോ? നമുക്കറിയാമല്ലോ, രാജ്യത്ത് ഇവരുണ്ടാക്കിയ നുണ ഫാക്ടറികൾ, ട്വിറ്ററിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഇവരുണ്ടാക്കിയ ട്രോൾ ആർമി, പണം കൊടുത്ത് ആളുകളെ ഇരുത്തി ആക്ഷേപിക്കാൻ പറഞ്ഞ കാര്യം, ആരാണ് പപ്പു എന്നുള്ള കാര്യം ഇപ്പോൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇത്രമാത്രം കഠിനാധ്വാനം, രാഹുൽ ഗാന്ധിയെ പോലെ കഠിനാധ്വാനം ചെയ്യാൻ മനസ്സുള്ള ഒരു നേതാവ് ഇന്ത്യയിൽ നിന്ന് വേറെയുണ്ട്. അദ്ദേഹം കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഈ രാജ്യത്തെ ഉണ്ടെത്താൻ വേണ്ടി നടന്നു. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു BJP നേതാവിന് അത്തരം ഒരു ഇനിഷ്യേറ്റീവ് വരെ എടുത്തിട്ടുണ്ടോ? അപ്പോൾ സ്വാഭാവികമായി അതൊരു ചർച്ചയ്ക്ക് പോലുള്ളൊരു വിഷയമല്ല. അതൊക്കെ ജനം തള്ളിക്കളഞ്ഞ കാര്യമാണ്. ഞാൻ പറഞ്ഞു വന്നൊരു പോയിന്റ് ഇതാണ്. അത്തരത്തിൽ പത്മജ വേണുഗോപാൽ പോയ സാഹചര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി CPMൻ്റെ വലിയ പ്രചരണമുണ്ടായി. BJP ആകട്ടെ ഇതൊരു തുടക്കമാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ പ്രത്യേക സാഹചര്യത്തെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയാണ് മുൻ KPC പ്രസിഡന്റ് കൂടിയായ കോൺഗ്രസിൻ്റെ കരുത്തനായ നേതാവ് ശ്രീ കെ മുരളീധരൻ തൃശ്ശൂർ മത്സരിച്ചത്. അദ്ദേഹം ഒരു മോശം സ്ഥാനാർത്ഥി ആയിരുന്നില്ല, ശക്തനായ നേതാവായിരുന്നു. പക്ഷേ സുരേഷ് ഗോപി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറേ കാലം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ. പിന്നെ രണ്ടാമത്തെ കാര്യം, അവിടെ ഗവൺമെൻറ് നടത്തിയൊരു ഗൂഢാലോചനയുണ്ടല്ലോ, നമ്മളത് വിട്ടുപോകുന്നത്. തൃശ്ശൂരിൻ്റെ വികാരമായിരിക്കുന്ന തൃശ്ശൂർ പൂരത്തെ ഇവർ കലക്കി, സംസ്ഥാന സർക്കാർ കലക്കി. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പ്രയോജനം സുരേഷ് ഗോപിക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു വോട്ട് ഷിഫ്റ്റിങ്ങിനുള്ളൊരു ആസൂത്രിതമായൊരു തന്ത്രമായിരുന്നു നമ്മൾ വിശ്വസിക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി വന്നപ്പോൾ അവിടെ ശ്രീ കെ മുരളീധരൻ പരാജയപ്പെട്ടു. പക്ഷെ അതൊരു വ്യക്തിപരമായ പരാജയമായി കണക്കാക്കേണ്ടത്, അതൊരു രാഷ്ട്രീയ പരാജയമായി കണ്ടത് കെ മുരളീധരൻ എന്ന് പറയുന്ന നേതാവിനുണ്ടായ ഒരു പരാജയമായി ഞാനതിനെ കണക്കാക്കുന്നില്ല. കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം എടുത്ത ഒരു തീരുമാനം, അദ്ദേഹത്തെ പാർട്ടിയാണ് അവിടെ സ്ഥാനാർത്ഥിയാക്കിയത്, അവിടെ മത്സരിച്ചു, അദ്ദേഹം ശക്തമായി തന്നെ പോരാട്ടം നടത്തി, വിജയിക്കാൻ സാധിച്ചില്ല. ഏതൊക്കെ ഘടകങ്ങളാണ് പരാജയപ്പെട്ടാൻ സാഹചര്യം പാർട്ടി പരിശോധിക്കും. സംഘടനാപരമായ കാര്യങ്ങൾ പരിശോധിക്കും, രാഷ്ട്രീയമായ കാര്യങ്ങൾ പരിശോധിക്കും. BJPയും CPMും തമ്മിലുണ്ടാക്കിയ അന്തർധാരയുടെ ഭാഗമാണോ എന്ന് പരിശോധിക്കപ്പെടും. തൃശ്ശൂർ പൂരം പോലെ ഉണ്ടായ ഫാക്ടറികൾ എങ്ങനെ സ്വാധീനിക്കുന്നത്, ഇതെല്ലാം പരിശോധിക്കും. അതൊരു സംശയമുണ്ട്, പരിശോധിച്ചേ മതിയാകും. ശ്രീ കെ മുരളീധരൻ്റെ തോൽവി ഞങ്ങളെ സംബന്ധിച്ച് വളരെയധികം നിരാശാജനകമാണ്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് കേരളത്തിൽ ഇത്രയും വലിയ വിജയമുണ്ടായപ്പോഴും ആ സീറ്റിൻ്റെ പരാജയം, അത് ആലത്തൂരും പരാജയപ്പെട്ടു. തൃശ്ശൂർ ജില്ലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന 2 സീറ്റുകളും പരാജയപ്പെട്ടു എന്നത് ഒരു പരിശോധിക്കപ്പെടേണ്ടതായ ഒരു വിഷയം തന്നെയാണ്. അതാണ് തൃശ്ശൂരിനെ സംബന്ധിച്ച്. പക്ഷേ അത് കേവലം തൃശ്ശൂർ എന്നുള്ള നിലയിൽ മാത്രം കണ്ടാൽ മതിയോ? കേരളത്തിൽ നോക്കൂ, BJPയുടെ വോട്ട് ഷെയർ 20% അടുത്തെത്തി, 19% മുകളിലായിരിക്കുന്നു. തിരുവനന്തപുരത്ത് അവർ 2ാം സ്ഥാനത്തെത്തി, ആറ്റിങ്ങലിൽ 3ാം സ്ഥാനത്താണെങ്കിലും വളരെ ക്ലോസ് ആണ്. BJP കേരളത്തിൽ ഗെയിൻ ചെയ്യുന്നുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഇതുവരെയുള്ള അവരുടെ സ്കോർ 15.2 ആയിരുന്നെങ്കിൽ അത് 20 ഉയരുന്നു. BJPക്ക് 5% അപ്പ് ഉണ്ടാകുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചും CPMനെ സംബന്ധിച്ചും വോട്ട് ശതമാനം ഉയരുന്നില്ല, അതേസമയം BJPക്ക് അപ്പ് ഉണ്ടാവുന്നു. അപ്പോൾ കേരളത്തിലെ വളരുന്ന പാർട്ടി BJP ആണ്. അപ്പോൾ ആരുടെ വോട്ട് ഷെയറാണ് ഈറ്റ് ചെയ്യുന്നത് എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. കേരളത്തിൽ BJP വളർന്നുകൊണ്ടിരിക്കുകയാണോ? 20% വോട്ട് ബേസ് ഉള്ള ഒരു പാർട്ടിയായി കേരളത്തിൽ BJP വളരുന്ന സെനാരിയോ ഒരു മണ്ഡലത്തിലെ സവിശേഷ സാഹചര്യം എന്നുള്ള നിലയിൽ മാത്രം കാണാൻ കഴിയില്ലല്ലോ. 2 മുന്നണികളുടെയും വോട്ട് തിന്നുകൊണ്ട്. അങ്ങനെയല്ല, ഞാൻ സംസാരിക്കട്ടെ, എന്നോടല്ലേ? അതെ അഭിലാഷ്. അല്ല, ഞാനതിനെ ഒരു നമ്മൾ BJPയുടെ വളർച്ചയെ കാണേണ്ടത്, അതായത് നമുക്കറിയാം ഇപ്പോൾ പശ്ചിമ ബംഗാളുമായി താരതമ്യം ചെയ്യപ്പെടാം. BJP തുടർച്ചയായി 10 വർഷം ഭരിച്ചപ്പോൾ
സ്വാഭാവികമായിട്ടും അവരിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു ജനവിഭാഗം ഉണ്ടാകും, സ്വാഭാവികമാണ്. എല്ലാ പാർട്ടിയിൽ നിന്നുള്ള അത്തരം ആളുകൾ പോലും അങ്ങോട്ട് ചെല്ലാൻ ശ്രമിക്കും. അല്ല, ഒരു പ്രോസ്പെക്റ്റുള്ള പാർട്ടിയാണെന്ന് തോന്നും. ബംഗാളിൽ ഇവർ ഇതുപോലൊരു ഇംപ്രഷൻ സൃഷ്ടിച്ചു. വലിയ തോതിൽ CPM അപ്രസക്തമായ 2ാം സ്ഥാനത്തേക്ക് കടന്നു വന്നു. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവർ 18 സീറ്റുകൾ പിടിച്ചെടുത്തു. അതിനുശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് അവർ പറഞ്ഞു അവർ അധികാരത്തിൽ വരുന്നു. അവർ 72 സീറ്റേ ലഭിച്ചുള്ളൂ. ഇത്തവണത്തെ ബംഗാളിലെ സ്ഥിതി നോക്കി ബംഗാളിൽ അവരേക്ക് താഴേക്ക് പോയി. സമാനമായൊരു സാഹചര്യം അവർ കേരളത്തിലും സൃഷ്ടിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. കേരളത്തെ നോക്കുമ്പോൾ കഴിഞ്ഞ കുറേ കാലമായി ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിക്കുന്നു. പുതിയൊരു പാർട്ടി കടന്നു വരുന്നു. അവർക്ക് കേന്ദ്ര ഭരണം തുടർച്ചയായി 10 കൊല്ലം കിട്ടി. ഇനിയും കിട്ടുമെന്നൊരു പ്രതീക്ഷ സ്വാഭാവികമായിട്ടെന്നുണ്ടാവും. ഒരു ഷിഫ്റ്റ് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ വേണ്ട. പക്ഷേ അത് നീണ്ടു നിൽക്കുമോ എന്നുള്ളത് കാലം തെളിയിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും അത് അത് പ്രതിരോധിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പം ഞാനിപ്പോൾ തന്നെ ആലപ്പുഴയിൽ കൗണ്ടിങ് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ KC വേണുഗോപാലിൻ്റെ ചീഫ് ഇലക്ഷൻ ഏജൻറ് കൂടിയായിരുന്നു. വിവിധ മണ്ഡലങ്ങൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഹരിപ്പാട് നിയോജകമണ്ഡലം 1ാം സ്ഥാനത്ത് കോൺഗ്രസ്, 2ാം സ്ഥാനത്ത് BJP ആണ്, 3ാം സ്ഥാനത്തേക്ക് CPM പോയി. 6000-7000 വോട്ടിനാണ് അവർ പിന്നിൽ പോയത്. കായംകുളം നിയോജകമണ്ഡലം ചരിത്രത്തിൽ CPM പരാജയപ്പെട്ടിട്ടില്ലാത്ത സ്ഥലത്ത് അവിടെ 1ാം സ്ഥാനത്ത് കോൺഗ്രസും 2ാം സ്ഥാനത്ത് BJPയും 3ാം സ്ഥാനത്തേക്ക് CPM പിന്തള്ളപ്പെട്ടു. കരുനാഗപ്പള്ളി നിയോജകമണ്ഡലം 1ാം സ്ഥാനത്ത് കോൺഗ്രസ്, 2ാം സ്ഥാനത്ത് CPM, 3ാം സ്ഥാനത്ത് BJP. വോട്ട് വ്യത്യാസം 100 വോട്ടിൽ താഴെയാണ്. അമ്പലപ്പുഴ നിയോജകമണ്ഡലം 1ാം സ്ഥാനം കോൺഗ്രസ്, 14,000 വോട്ട് ലീഡ് ചെയ്തു. 2ാം സ്ഥാനത്ത് പിന്നെ CPM, BJPക്കുമായിട്ടുള്ള വോട്ട് വ്യത്യാസം 37 വോട്ടുകളാണ്. അവിടെയൊക്കെ CPMൻ്റെ സീറ്റിങ്ങുകളാണ്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ്, ഞാൻ BJP വളരുന്നതിനോട് അല്ലെങ്കിൽ അത് പോസിറ്റീവായി കാണുന്ന ഒരാളല്ല. പക്ഷേ ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ട്രെൻഡ് പരിശോധിച്ച് കഴിഞ്ഞാൽ CPMൻ്റെ വോട്ടുകളാണ്. ആറ്റിങ്ങലായിക്കൊള്ളട്ടെ, ഇപ്പോൾ ചിറയൻകീഴ് ആറ്റിങ്ങൽ, ഈ ആറ്റിങ്ങലും ചിറയൻകീഴും എന്നൊക്കെ പറഞ്ഞ മണ്ഡലങ്ങൾ എത്രയോ വലിയ കോട്ടകളാണ് CPMൻ്റെത്. എത്രയോ കാലമായി നിയമസഭയിൽ അവർ മാത്രം ജയിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ്. അവിടെ എല്ലാം ലീഡ് ചെയ്തതാരാ? കാട്ടാക്കടൽ സിറ്റിംഗ് MLA CPMൻ്റേതാണ്. അവിടെ ലീഡ് ചെയ്തതാരാ? അപ്പം ഞാൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വോട്ട് ചോർച്ച എങ്ങനെ ഉണ്ടായി, അത് കുറേയൊക്കെ ആസൂത്രിതമാണോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും. കാരണം അല്ലെങ്കിൽ കായംകുളം പോലൊരു മണ്ഡലത്തിൽ എത്രയോ പതിറ്റാണ്ടുകളായി കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി അവിടെ ജയിച്ചിട്ട്, കരുനാഗപ്പള്ളി പോലെയുള്ള ബേസുള്ള സ്ഥലത്ത്, അമ്പലപ്പുഴയിൽ എത്രയോ കൊല്ലമായി G. സുധാകരൻ ജയിച്ചുകൊണ്ട് സ്ഥലത്ത്, കഴിഞ്ഞ തവണ വീണ്ടും CPM ജയിച്ച സ്ഥലം, ഇവിടെയെല്ലാം CPMൻ്റെ അടിത്തറ പോയിരിക്കുന്നു. അവരുടെ ബേസിക് വോട്ടുകൾ മാറിപ്പോയിരിക്കുന്നു. 2 കാരണങ്ങൾ കൊണ്ടാകാം. ഒന്ന്, കുറേ വോട്ടുകൾ അങ്ങനത്തിൽ ആസൂത്രിതമായി മാറിയേക്കാം. 2, ഈ CPM പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേരള CPM പറഞ്ഞുകൊണ്ടിരിക്കുന്ന അന്ധമായ BJP കോൺഗ്രസ് വിരോധം പറഞ്ഞ് കോൺഗ്രസ് ഏറ്റവും വലിയ ശത്രുവാണെന്ന് കരുതുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കേന്ദ്രത്തിലും വരണ്ട എന്ന് കരുതിക്കൊണ്ട് ഇവരുടെ അണികളിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു വിഭാഗത്തിലുണ്ടാകുന്ന CPMന് വോട്ടെങ്കിൽ പിന്നെ ആർക്ക് ചെയ്യാം, BJPയിലൊക്കെ ചെയ്യാമെന്ന തരത്തിലുണ്ടാകുന്ന ഒരു ഷിഫ്റ്റ്. 3ാമത്തെ ഘടകം രാഷ്ട്രീയമാണ്. നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. കേരളത്തിൽ എന്തുകൊണ്ട് BJPക്ക് വോട്ട് ഷെയർ വർദ്ധിച്ചു എന്നതിനെക്കുറിച്ച് ശാസ്ത്രീയമായ ഒരു പഠനം നടക്കേണ്ടതുണ്ട്. പക്ഷേ ഇതിൽ സംശയത്തിൻ്റെ ഒരു മുന്നേ CPMയിലേക്ക് പോകുന്നുണ്ട്. ഈ കേരളത്തിൽ ഇത്തവണ BJPക്ക് മുൻകൂറ്റമുണ്ടായ സ്ഥലങ്ങളെല്ലാം ഉണ്ടായ വലിയ ഇറോഷൻ, തൃശ്ശൂർ മറ്റൊരു കേസാണെന്ന് പറഞ്ഞാൽ പോലും ഇറോഷൻ പഠിക്കേണ്ട കേസ് തന്നെയാണ്. അപ്പോൾ തെക്കൻ കേരളത്തിൽ കൊല്ലത്തും ആലപ്പുഴയിലും തിരുവനന്തപുരത്തിനുമൊക്കെ CPMൻ്റെ അടിത്തറ ഇളകുന്ന തരത്തിലേക്കുള്ള വോട്ടിങ്ങാണ് പോയത്. ഇത് ഞാൻ പെർമനൻ്റ് ആണെന്ന് ഞാൻ കരുതുന്നില്ല കേട്ടോ, അങ്ങനെ ആവാതിരിക്കട്ടെ എന്നും കരുതുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരൊക്കെ പരമ്പരാഗതമായി പിന്തുണച്ചുകൊണ്ടിരുന്ന സാമൂഹ്യ വിഭാഗങ്ങൾ വലിയ പഠിക്കേണ്ട ഒരു സെനാരിയോ അക്കാര്യത്തിൽ ഉണ്ട്